ഷിഹായിൽ പ്രിയ വിശുദ്ധ എവുപ്രാസിയുടെ ഭക്തരായ ദൈവജനമേ, ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓഗസ്റ്റ് 29 ആഘോഷിക്കുന്ന അന്ന് നമുക്ക് ഓണ ദിവസമാണ്. അന്നാണെങ്കിലും മുൻകൂട്ടി തന്നെ അതിൻ്റെ ആഘോഷങ്ങൾ ഇന്ന് നമ്മൾ നടത്തുമ്പോൾ വിശുദ്ധ എവുപ്രാസിയുടെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. വളരെ പ്രത്യേകിച്ച് ഒല്ലൂക്കാർക്ക്, അതിലും പ്രത്യേകിച്ച് കർമ്മലീത്ത സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങൾക്ക്, വളരെ പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും. ചിലരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ എവുപ്രാസിയമ്മയെ വിശുദ്ധിയാക്കണേ? നിങ്ങൾക്കറിയാം, ഒരാളെ വിശുദ്ധരാക്കുമ്പോൾ അതിന് പല ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ഒരു വ്യക്തിയുടെ വിശുദ്ധി പൊതുസമൂഹം അംഗീകരിക്കപ്പെടുന്ന രീതിയിലാണെങ്കിൽ, അത് അധികാരികൾക്ക് മനസ്സിലായാൽ അതിന് ആരംഭം കുറിച്ചുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ മെത്രാമാരുടെ സിനഡിൻ്റെ അംഗീകാരത്തോടെ നാമകരണ നടപടികൾ ആരംഭിക്കും. അങ്ങനെ നാമകരണ കോടതി സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ വ്യക്തിയെ ദൈവദാസൻ, ദൈവദാസി എന്നാണ് വിളിക്കുക. അതിൻ്റെ പേരിൽ വിശുദ്ധരൊന്നോ വണക്കമോ ഉണ്ടാകാൻ പാടില്ല. അത് കഴിഞ്ഞാൽ കോടതി നടപടികളുണ്ട്. കോടതി നടപടികളിൽ, എവുപ്രാസിയമ്മയുടെ കോടതി നടപടികളിൽ ഞാനും ഒരു അംഗമായിരുന്നു. ക്ലെയോപാട്രാമ്മയെ ഓർക്കാതിരിക്കാൻ വയ്യ. ക്ലെയോപാട്രാമ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ എവുപ്രാസിയമ്മ ഇത് ഇത്രമാത്രം വേഗത്തിലാക്കുമായിരുന്നോ എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ക്ലെയോപാട്രാമ്മ അത്രമാത്രം ഇതിനു വേണ്ടി ജീവിച്ച് മരിച്ച വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള അവസരത്തിലാണ് ചിലരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തി ചോദിച്ചത്, എന്തിനാ? വത്തിക്കാൻ സുവനദോസ് അസന്നിഗ്ധമായ ഭാഷയിൽ വിശുദ്ധരെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ 2 ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് സഭ വിശുദ്ധരെ നാമകരണം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന്, ആ വ്യക്തിയുടെ ജീവിത മാതൃക എങ്ങനെ വിശുദ്ധയാകാം എന്നുള്ളതിന് ആ വ്യക്തിയുടെ ജീവിത മാതൃക അനുകരിക്കാൻ സഭ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മനുഷ്യരും വിശുദ്ധിയിലേക്ക്, സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. എല്ലാവരും വിശുദ്ധരാകും. അതെങ്ങനെ സാധിക്കും എന്നതിന് മാതൃകയായിട്ടുള്ള വ്യക്തികളെയാണ് വിശുദ്ധരാക്കുക. ഒന്ന്, മാതൃക അനുകരിക്കാൻ. രണ്ടാമത്തെ ലക്ഷ്യം, ആ വ്യക്തി സ്വർഗത്തിലാണ് എന്ന് ബാഹ്യമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഈ ജീവിതകാലത്ത് തന്നെ ആ വ്യക്തിയുടെ മധ്യസ്ഥ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരുന്നു എന്നും മരണത്തിന് ശേഷവും മധ്യസ്ഥ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് സഹായകമായിരുന്നു എന്നറിയുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ മധ്യസ്ഥത വഹിക്കാൻ, ആ വ്യക്തിയുടെ മധ്യസ്ഥ തേടി പ്രാർത്ഥിക്കാൻ, അതിനു വേണ്ടിയാണ്. അപ്പോൾ മാതൃകയും മധ്യസ്ഥയുമായിട്ടാണ് വിശുദ്ധരെ നാമകരണം ചെയ്യുക. അങ്ങനെയുള്ള നാമകരണ നടപടികളിലാണ് എനിക്ക് അന്ന് കുണ്ടുകുളം പിതാവ് നൽകിയ ജോലി പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്നത്. അതിന് യൂറോപ്പിൽ പ്രത്യേകിച്ച് ചിലപ്പോൾ തൃശ്ശൂരും അതിന് സാധാരണമായി ഒരു വാക്ക് പറയാറുണ്ട്, പിശാചിൻ്റെ വക്കീൽ എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് എന്ന വാക്കിൻ്റെ ഡ്യൂട്ടിയുടെ അർത്ഥം നടപടിക്രമങ്ങളൊക്കെ കൃത്യമായിട്ടാണോ നടക്കണേന്ന് നോക്കണം. ഞാൻ അതിൻ്റെ നാമകരണ കോടതിയിലുണ്ടായിരുന്നു. പിന്നീട് ധന്യ എന്ന് പ്രഖ്യാപിക്കുന്നത് ഈ നാമകരണ കോടതികൾ നടത്തി എല്ലാ അവരുടെ പഠനങ്ങൾ, പ്രസംഗങ്ങളുണ്ടെങ്കിൽ അവ, ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ, മറ്റുള്ളവർ അവരെക്കുറിച്ച് പറയുന്നത്, അവരെക്കുറിച്ചുള്ള ജീവചരിത്രം, ഇതെല്ലാം നോക്കി
മാതൃകാപരമായി വിശുദ്ധ ജീവിതമാണ് നടത്തിയത് എന്ന് ബോധ്യപ്പെട്ട് ആ രേഖകളെല്ലാം റോമിലേക്ക് പറഞ്ഞ് അവിടെ റോമിലത്തെ അതിനു വേണ്ടിയുള്ള വിശുദ്ധർക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിൽ അതിൻ്റെ വിദഗ്ധ സമിതി ആ രേഖകൾ മുഴുവൻ പരിശോധിച്ച് ഈ ജീവിതം വിശുദ്ധമായ ജീവിതമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. ഇവിടെ തീരുമാനിച്ചുകൊണ്ട് മാത്രമായില്ല, റോമിലെ സമിതി ഉറപ്പാക്കിയാൽ അവരെ ധന്യ എന്ന് വിളിക്കും, വെനറബിൾ. പിന്നെ ഇപ്പോൾ മനുഷ്യൻ്റെ ചിന്ത അനുസരിച്ച് ഈ വ്യക്തി വിശുദ്ധമായ ജീവിതം നയിച്ചതാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമായില്ല. സഭയിൽ സ്വർഗത്തിൽ നിന്ന് തെളിവുണ്ടാവണം, വെളിപ്പെടുത്തണം. അങ്ങനെയാണ് അത്ഭുതങ്ങളുണ്ടായാൽ, സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുത്തലുണ്ടായാൽ പിന്നെ വാഴ്ത്തപ്പെട്ടവരെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ വാഴ്ത്തപ്പെട്ടവരെന്ന് പ്രഖ്യാപിച്ചാൽ അതിനും ഞാൻ സന്നിഹിതനായിരുന്നു. വർക്കിപിതാവിനത്തിൽ ഒല്ലൂർ വെച്ചാണ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. അത് കഴിഞ്ഞിട്ടും പോരാ. അപ്പോൾ ആ വ്യക്തിയെ ലോക്കലായിട്ട് തൃശ്ശൂർ രൂപതയിലെ കർമ്മലിത സഹോദരികൾക്ക് ഒക്കെ വണങ്ങാം, മറ്റു സ്ഥലത്ത് പാടില്ല. വാഴ്ത്തപ്പെട്ടവർക്ക് ലോക്കൽ ബഹുമാനമാണ്. എന്നാൽ സാർവത്രിക സഭയിൽ ഒരു വ്യക്തിയെ വിശുദ്ധൻ വിശുദ്ധയെന്ന് വിളിക്കപ്പെടണമെങ്കിൽ വീണ്ടും സ്വർഗത്തിൽ നിന്ന് തെളിവ് തരണം. അത് അത്ഭുതമാണ്. അതും കൂടി കിട്ടി, അതും പരീക്ഷിക്കും. എളുപ്പമല്ല കേട്ടോ. റോമിലത്തെ വിദഗ്ധ സമിതി അവർ ഈ രേഖകൾ മാത്രമല്ല വീണ്ടും 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 ചോദിച്ച് അവിടെയുണ്ട് ഈ പിശാചിൻ്റെ വക്കീൽമാർ കൂടുതൽ. അങ്ങനെയാണ് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാർവത്രിക സഭയിൽ വിശുദ്ധനായി വണങ്ങാൻ വേണ്ടി മാർപ്പാപ്പ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ചാവറച്ചനെ അൽഫോൻസമ്മയെ കോട്ടയത്ത് വെച്ചാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. എവുപ്രാസ്യമ്മയെ റോമിൽ വെച്ചാണ് 2014 വിശുദ്ധിയായി പ്രഖ്യാപിച്ചത്. അന്നും മാർപ്പാപ്പയോടുകൂടി സഹകാർമ്മികനാകാൻ എനിക്ക് ഭാഗ്യമുള്ള, തീർച്ചയായിട്ടും വലിയ സന്തോഷവും അഭിമാനമുണ്ട്. ഇവിടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ നാമകരണ കോടതി കഴിഞ്ഞ് വെനറബിൾ ധന്യ എന്ന് വിളിക്കുന്ന സമയത്ത് ഒല്ലൂർ മടത്തി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രായമായിട്ടുള്ള ഒരു കന്യാസ്ത്രീ എന്നോട് ചോദിച്ചു, പിതാവേ നന്ദിട്ടാ. എനിക്ക് മനസ്സിലായില്ല, പിതാവ് കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ നടപടിക്രമത്തിൽ എതിർത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോഴും ഓർക്കുക. ഏതായാലും ഞാനതിൽ ഒരു കാര്യം മനസ്സിലായത്, ഒല്ലുക്കാർ ഇവിടെയുള്ളവർ അതിനെ വളരെ സന്തോഷത്തോടെ തന്നെ എവുപ്രാസ്യമ്മയോട് അന്ന് നിലനിന്നിരുന്ന ഒല്ലുക്കാരുടെ പ്രത്യേകമായിട്ടുള്ള സാക്ഷ്യങ്ങൾ, അവരുടെ വണങ്ങിയത്, അവരുടെ അനുഭവങ്ങൾ, അവരുടെ പ്രാർത്ഥിക്കുന്ന അമ്മയെക്കുറിച്ചുള്ള അവർ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെയാണ് എവുപ്രാസ്യമ്മയുടെ നാമകരണത്തിൽ വളരെയേറെ കാരണമായത് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഒല്ലുക്കാർ തന്നെ എവുപ്രാസ്യമ്മ, ഞാനിപ്പോൾ തന്നെ നമ്മുടെ മന്ത്രി അടക്കം ഇവിടെ വന്നു പോകുന്നത് കണ്ടു. എല്ലാവരും ഒല്ലുകാർ മുഴുവൻ, മാലുകാർ മാത്രമല്ല അതിരൂപതയും എല്ലാവരും എവുപ്രാസ്യമ്മയുടെ തിരുനാളിന് നിങ്ങളൊക്കെ ഒന്നിച്ച് സന്തോഷിക്കുന്നത്, ഒന്നിച്ച് ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നത്. എന്തിനാ തിരുനാൾ ഘോഷിക്കണേ? എന്താണ് എവുപ്രാസ്യമ്മ നമുക്ക് തരുന്ന മാതൃക? എവുപ്രാസ്യമ്മയെക്കുറിച്ച് നോട്ടീസ് അടിക്കുമ്പോൾ എല്ലായിടത്തും പറയുന്ന 1-2 വാക്കുകൾ എല്ലാവരും എപ്പോഴും ആവർത്തിക്കുന്നതാണ്. എന്താണ് എവുപ്രാസ്യമ്മയെക്കുറിച്ച് പറയുന്നത്? അപ്പോൾ മരിക്കണ കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യത്തെ ഓർമ്മ. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയല്ല. ഇന്നത്തെ സുവിശേഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനതിനെ ഇന്ന് കൈത്താക്കാലം 7ാം ഞായറാഴ്ച, ഈ കാലഘട്ടത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യേശു പറഞ്ഞ നീതിരഹിതനായ ന്യായാധിപൻ്റെയും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന നീതി തേടിയ ഒരു വിധവയുടെയും ഉപമയാണ് പറഞ്ഞത്. പക്ഷെ യേശു പഠിപ്പിച്ചത് ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. ഭഗ്നാശരാകാതെ നിരന്തരം, അതിലുണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ഈ അമ്മയെ നിങ്ങൾ വിളിക്കുന്ന പേരെന്താ? പ്രാർത്ഥിക്കുന്ന അമ്മ. ഒപ്പം തന്നെ പിന്നെ പല വാക്കുകളുണ്ട്. അതിലൊന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് പൊതുവെ പറഞ്ഞാണ് മരിച്ചാലും മറക്കില്ല കേട്ടോ എന്നുള്ളത്. എന്താണ് ഈ പ്രാർത്ഥിക്കുന്ന അമ്മ?
പക്ഷെ അത് മാത്രമല്ല, ഇവിടെ പ്രായമായിട്ടുള്ള അമ്മമാരും മറ്റുള്ളവർക്ക് അടുത്തറിയുന്നവർ പറയും, പ്രാർത്ഥിക്കുന്ന അമ്മ മാത്രമല്ല, സഹിക്കുന്ന അമ്മ. പിന്നെ ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിരിക്കുന്ന അമ്മ. അപ്പോൾ അതുകൊണ്ട് ആ മുഖത്ത് ഇങ്ങനെ ഒരു പ്രത്യേകതരം ചിരിയാണ് പലപ്പോഴും കാണുന്നൊരു പടം. ചിരിക്കുന്ന അമ്മ, പ്രാർത്ഥിക്കുന്ന അമ്മ, സഹിക്കുന്ന അമ്മ. എന്തായാലും എല്ലാവർക്കും അതിൽ പ്രത്യേകമായി നോട്ട് ചെയ്തത്, നമ്മുടെ കപ്പേളയുടെ ആ മൂലയ്ക്ക് അവിടെ ഇരുന്ന്, അതാണല്ലോ എപ്പോഴും കാണുന്ന പടം. പ്രായമായിട്ടുള്ള അമ്മമാർ ഓർക്കുന്നുണ്ടാകാം, ഇങ്ങനെ ആ മൂലയ്ക്ക് ഇരുന്ന് എപ്പോഴും കൊന്ത ചൊല്ലിയിരുന്നത്, മുറിയിൽ തൂങ്ങപ്പെട്ട രൂപം പിടിച്ചിരുന്നത്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നത്, അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന അമ്മ. അപ്പോൾ ഭഗ്നാശനാകാതെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യേശു ഇന്ന് സുവിശേഷത്തിലൂടെ പഠിപ്പിച്ചപ്പോൾ, ഏതൊരു വ്യക്തിയും എല്ലാവരും വിശുദ്ധരാകണം, ആ വിശുദ്ധി ആഗ്രഹിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണമെന്ന് യേശു എങ്ങനെ പ്രാർത്ഥിച്ചുവോ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുവോ, അതുപോലെ പ്രാർത്ഥിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. വിശുദ്ധരാകണമെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് യേശുവിനോട് കൂടെയായിരിക്കണം. യേശു എന്ത് ചെയ്തുവോ അതുപോലെ ചെയ്യണം. യേശു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അതുപോലെ പ്രാർത്ഥിക്കലാണ്. യേശു എങ്ങനെ പ്രാർത്ഥിച്ച ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന. അതിലും നല്ലൊരു പ്രാർത്ഥന ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല. ആരെ നോക്കിയിട്ടാണ് പ്രാർത്ഥിച്ചത്? ദേവപ്രാസ്യമ്മയുടെ നോട്ടം എവിടേക്കായിരുന്നു? തിരുഹൃദയത്തിലേക്കാ, കുരിശിലേക്കാ, ഈശോയുടെ അമ്മയുടെ അടുത്തേക്കാ. അതിനേക്കാൾ എല്ലാത്തിലുപരി സ്വർഗസ്ഥനാണ്. സ്വർഗസ്ഥനായ പിതാവേ, യേശു എല്ലാ ദിവസവും ഏകാന്തതയിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിച്ചിരുന്നു, പിതാവുമായി സംഭാഷണം നടത്തിയിരുന്നു എന്ന് സമാധി സുവിശേഷങ്ങളിലെല്ലാം തന്നെ വായിക്കുന്നുണ്ട്. മലയിലേക്ക് കയറി, മല ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. അവിടെ നോക്കി, ആ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളം സക്രാരിയാണ്. എവുപ്രാസ്യമ്മ സക്രാരിയിലേക്ക് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിലേക്ക് നോക്കി, സ്വർഗസ്ഥനായ പിതാവേ, ഈ നോട്ടമാണ് നമ്മുടെ പ്രാർത്ഥന. എവുപ്രാസ്യമ്മ എപ്പോഴും ആ ഒരു നോട്ടം എവിടേക്കാണ്? യേശുവിലേക്ക്, പിതാവിലേക്ക്, സ്വർഗത്തിലേക്ക്. ഈ നോട്ടമാണ്. അത് എത്ര മണിക്കൂറാ എവുപ്രാസ്യമ്മ എത്ര മണിക്കൂറാണ് പ്രാർത്ഥിച്ചത്? നേരം വെളുത്ത വൈകുന്നേരം നേരം വെളുത്ത വരും. എൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നിരന്തരം പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കാൻ യേശു ഉപമ പറഞ്ഞത്. ഏകാന്തതയിൽ തന്നെ യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ. യേശു പ്രാർത്ഥിച്ചത് എന്തിനാണ്? യേശു പ്രാർത്ഥിച്ചത് ദൈവമഹത്വം, പിതാവിൻ്റെ മഹത്വത്തിനാണ്. നിന്റെ രാജ്യം വരണം, നിന്റെ മഹത്വം ഉണ്ടാകണം. നമ്മുടെയൊക്കെ പ്രാർത്ഥന സ്വർഗത്തെ നോക്കിയിട്ടല്ല, നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതിനേക്കാൾ അപ്പുറത്ത് എവുപ്രാസ്യമ്മ കാണിച്ചു തരുന്ന മാതൃക, യേശു പ്രാർത്ഥിച്ച മാതൃക, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ മഹത്വം, അതിനു വേണ്ടിയാണ്. പലപ്പോഴും പ്രാർത്ഥനയിൽ ഇപ്പോഴത്തെ ഈ തിരുനാൾ ആഘോഷം, എവുപ്രാസ്യമ്മയുടെ തിരുനാൾ ആഘോഷത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. അത് ദൈവത്തിൻ്റെ മഹത്വമാണോ, മനുഷ്യൻ്റെ മഹത്വമാണോ? ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണോ, അതോ നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മാഹാത്മ്യത്തിന് വേണ്ടിയാണോ? എവുപ്രാസ്യമ്മ ഒരിക്കലും മാനുഷികമായ മാഹാത്മ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഏറ്റവും ലളിതമായ, രഹസ്യമായ, ഏറ്റവും ജീവിതത്തിൻ്റെ മഹാഭൂരിഭാഗവും 9-ാം വയസ്സിൽ തുടങ്ങിയതല്ലേ? അത് കഴിഞ്ഞ് ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അതേക്കുറിച്ചൊന്നും സൂചിപ്പിക്കാത്തത്. വളരെ ലളിതമായ, രഹസ്യപൂർണമായ ഈ മഠത്തിൻ്റെ ആ മൂലക്കിൽ ജീവിതത്തിൻ്റെ മുക്കാഭാഗവുമായിരുന്ന, കയ്യിൽ ജപമാല പിടിച്ച്
കയ്യിൽ തൂങ്ങപ്പെട്ട രൂപം പിടിച്ച് അങ്ങനെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വമായിരുന്നു ലക്ഷ്യം. നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതാണ്. ഈ എന്ത് കാര്യവും നടക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ രാജ്യം വരണമേ. ലൂക്ക 1:38 പ്രാർത്ഥനയുടെ ഏറ്റവും നല്ല മാതൃക കാണിച്ച് മറിയം കാണിച്ചു തന്ന എന്താ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗബ്രിയേൽ വന്ന് വലിയ സന്ദേശമൊക്കെ നൽകിയ. എബ്രാസ്യമ്മയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല വെളിപാടുകൾ കിട്ടിയത് 9-ാം വയസ്സ് മുതൽ കിട്ടിയെന്നാണ് പറഞ്ഞല്ലേ. രഹസ്യത്തിൻ്റെ വെളിപാടുകളൊക്കെ പല വെളിപാടുകളും മറ്റുള്ളതൊക്കെ വന്നു. പക്ഷേ അവിടെയെല്ലാം ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 42-ാമത്തെ വാക്യത്തിൽ വേദനയുടെ മൂർധന്യത്തിൽ യേശു പറഞ്ഞൊരു വാക്കുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 6 വരെ. ഇപ്പോൾ ചില അച്ഛന്മാരോടൊക്കെ ഞാനത് ഇങ്ങനെ എഴുതുമ്പോൾ കോട്ട് ചെയ്യും. നിങ്ങൾ അധികാരികൾക്ക് വിധേയര, ദൈവത്തിൻ്റെ ഹിതത്തിന് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയില്ലേ. അതിൻ്റെ അർത്ഥം പൊരുളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും എബ്രാസ്യമ്മയുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏതാ? വ്രതബദ്ധമായ ജീവിതം. അതിലേറ്റവും ബുദ്ധിമുട്ടുള്ളത് ഏതാ? അത് വേഗം പറയുന്നുണ്ട്. അനുസരണം. വ്രതബദ്ധമായ ജീവിതത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കല് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അതൊന്നും പറയാൻ പാടില്ല എന്ന് വരെയാണ് ചിലരൊക്കെ പറയുന്നത്, ഞാൻ കേൾക്കണുണ്ട്. അപ്പോൾ പ്രാർത്ഥനയാകണമെങ്കിൽ ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ. അതുകൊണ്ടാണ് യേശുവിൻ്റെ പ്രാർത്ഥന അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയത് എപ്പോഴാണ്? കുരിശിൽ കിടന്ന് ഇതാ എൻ്റെ ആത്മാവിനെ ഞാൻ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതാണ് പ്രാർത്ഥനയുടെ ക്ലൈമാക്സ്. ദൈവഹിതത്തിന് വിട്ടുകൊടുക്കണം. ശരിയായി പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയും, മറിയം രഹസ്യമായി പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ആത്മാവ് വന്നു. ഈ ആത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി യേശു മരണത്തിന് തൊട്ട് മുമ്പ് അവിടെ തോട്ടത്തിലായിരുന്നപ്പോൾ സഹായിക്കാൻ വന്നതാരാ? ഒരു മാലാഖയുടെ. എബ്രാസ്യമ്മയ്ക്ക് പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ മാലാഖമാരോടുള്ള ഭക്തി കുറച്ചുണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതേക്കുറിച്ചായിരുന്നു കുറേ സംശയങ്ങളന്ന്. ഈ ദൈവത്തിൻ്റെ ദൂതന്മാരടക്കം പറയുന്നത് എന്താ? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഇതാണ് പ്രാർത്ഥനയുടെ ചൈതന്യം. എബ്രാസ്യമ്മ കാണിച്ചു തരുന്ന പ്രാർത്ഥനയുടെ ചൈതന്യം ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി വിട്ടുകൊടുക്കൽ. അങ്ങനെ വരുമ്പോൾ യേശു ഈ പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങളെക്കുറിച്ച് കുറേയേറെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൽ 5, 6, 7 അധ്യായങ്ങളിൽ പ്രത്യേകിച്ച് 3 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്: പ്രാർത്ഥന, ഉപവാസം, ധർമ്മദാനം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പ്രാർത്ഥന, പരിത്യാഗം, പരോപകാരം. അപ്പോൾ ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട മനോഭാവത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രായശ്ചിത്തം, ഉപവാസം. എബ്രാസ്യമ്മയുടെ ജീവിതത്തിൽ ഉപവാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഭക്ഷണം കഴിക്കാതിരിക്കൽ മാത്രമല്ല, ഒരു നേരം മാത്രമല്ല, ഉപവസിക്കുക, ചാരവസിക്കുക, കർത്താവിൻ്റെ കൂടെ വസിക്കുക. അതില്ലാതെ ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ പിന്നെ എന്താണ്? ധർമ്മദാനം. എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം, ദൈവത്തോടുള്ള ധർമ്മം, എൻ്റെ സഹോദരങ്ങളോടുള്ള ധർമ്മം, വളരെ പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടുള്ള ധർമ്മം. ആ ധർമ്മം കൊടുക്കുമ്പോഴാണ്, ദാനം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലാകുക. യേശു പ്രഭാതത്തിൽ പിതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം ശിഷ്യനായിട്ട്
ഇറങ്ങിത്തിരിക്കുകയാണ്. സ്ലീഹായുടെ ദൗത്യത്തോട് ഗ്രാമങ്ങൾ തോറും നഗരങ്ങൾ തോറും ചുറ്റി നടന്ന് പഠിപ്പിക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും നല്ല ഇടയനെ പോലെ ആലയിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ ഒരു ദൗത്യം, അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തിൽ നമ്മെ മുദ്ര വെച്ച് അയക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഭൂത്താമ പ്രാർത്ഥന എന്നാണ് സുറിയാനിയിൽ അതിനെക്കുറിച്ച് പറയുക. മുദ്ര വെച്ച്, കുരിശിൻ്റെ അടയാളത്താൽ മുദ്ര വെച്ച് നിന്നെ അയക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയ്ക്ക് ഇംഗ്ലീഷിൽ പലപ്പോഴും ഹോളി മാസ്, മാസ് എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കുക, മിസ്സ, യു ആർ സെൻഡ് ഔട്ട്. അപ്പോൾ ഇങ്ങനെ വരണമെങ്കിൽ പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ചു കഴിഞ്ഞാൽ അയക്കപ്പെടണം. എവുപ്രാസ്യമ്മ തൻ്റെ ജീവിതത്തിൽ ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ ചരിത്രം പഠിച്ചിട്ടുള്ളതല്ലേ, പാവപ്പെട്ടവരെ വരുന്നവരെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ച. ഇന്ന് നമ്മൾ കുർബാനയിൽ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം എവുപ്രാസ്യമ്മയുടെ തിരുനാൾ ദിനത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥന, നിങ്ങൾ ആ പ്രാർത്ഥനയുടെ അത് നിങ്ങൾ ശരിക്കും ഒന്ന് എവുപ്രാസിയുടെ പെരുന്നാളിന് തക്സയിൽ കുർബാനയിൽ ആദ്യത്തെ പ്രാർത്ഥന നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ? കുർബാനയിൽ നമ്മൾ ചെല്ലുന്ന എവുപ്രാസിയെക്കുറിച്ചുള്ള പ്രാർത്ഥന നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ എന്നാണ് ചോദ്യം. അതിലെങ്ങനെയാണ് കർത്താവായ അങ്ങയുടെ പ്രിയപുത്രൻ ഈശോമിശിഹായിലുള്ള സ്നേഹത്താൽ ജ്വലിച്ച്, പിന്നെ എവുപ്രാസ്യമ്മയുടെ വിശേഷണങ്ങൾ ഇന്നത്തെ കുർബാനയിൽ ആദ്യത്തെ പ്രാർത്ഥനയിൽ നമ്മൾ ഈ എവുപ്രാസിയുടെ പെരുന്നാളിൽ എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടി തന്നെ ഞാനത് ആവർത്തിക്കുന്നത്. അങ്ങനെ ഈശോമിശിഹായിട്ടുള്ള സ്നേഹത്താൽ ജ്വലിച്ച്, ഒന്ന് നിരന്തരമായ പ്രാർത്ഥനയാലും, അതാണ് മാതൃക. രണ്ട് വീരോചിതമായ തപശ്ചര്യകളാലും, മൂന്ന് നിസ്വാർത്ഥമായ പരോപകാര പ്രവൃത്തികളാലും അവിടുത്തെ പിൻചെന്ന വിശുദ്ധ എവുപ്രാസിയെ മഹത്വത്തിലേക്ക് ഉയർത്തി ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രാർത്ഥന. അപ്പോൾ ആ മൂന്ന് വാക്കുകൾ ഏതാ? ഇന്ന് ഈ കുർബാന കഴിഞ്ഞ് ഇന്ന് എവുപ്രാസിയുടെ തിരുനാൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ എവുപ്രാസിയുടെ മാതൃക മധ്യസ്ഥത യാചിക്കുമ്പോൾ ഈ മൂന്ന് വാക്കുകൾ നിങ്ങൾ മനസ്സിൽ ഹൃദ്യസ്ഥമായി പോയില്ലെങ്കിൽ പിന്നെ രൂപം മുത്തിപ്പോയതുകൊണ്ട് കാര്യമായില്ല. എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന് നിരന്തരമായ പ്രാർത്ഥനയാലും, രണ്ട് എങ്ങനത്തെ വീരോചിതമായ തപശ്ചര്യകളാലും, മൂന്നാമത്തെ നിസ്വാർത്ഥം, അതിന് ആ ചെയ്യുന്നതിനെല്ലാത്തിനും നിസ്വാർത്ഥമായ പരോപകാര പ്രവൃത്തികളാലും. അപ്പോൾ കുർബാനയുടെ പ്രാർത്ഥനകൾ എത്രയോ അർത്ഥവത്താണ്. അപ്പോൾ എവുപ്രാസ്യമ്മയെക്കുറിച്ച് എന്താണ്? മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ പ്രായശ്ചിത്തം. എവുപ്രാസ്യയുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് ഞാനിപ്പോഴും ഓർക്കുക. അന്ന് ചിലരൊക്കെ വലിയ വിമർശനം നടത്തിയ എവുപ്രാസ്യമ്മയുടെ ഈ തപശ്ചര്യകളെക്കുറിച്ചും പിന്നെ ഒക്കെ പ്രാർത്ഥനകൾ. എവുപ്രാസ്യമ്മയുടെ വീരോചിതമായ തപശ്ചര്യകൾ, അതുപോലെ തന്നെ നിസ്വാർത്ഥമായ പരോപകാര പ്രവൃത്തികൾ, മറ്റുള്ളവരെ സഹായിക്കാൻ. ഇവിടെ വന്നിരുന്ന കുട്ടികളോട് അന്ന് എവുപ്രാസ്യമ്മയുടെ മധ്യസ്ഥം തേടി കുട്ടികൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. പ്രായമായിട്ട് ഇവിടെ ഇരിക്കുന്നവർ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മധ്യസ്ഥ പ്രാർത്ഥന ആർക്കൊക്കെ വേണ്ടിയാ? ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, ഒപ്പം മരിച്ചവർക്ക് വേണ്ടി. അതുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് ചരിത്രം പഠിച്ചവർക്ക് അറിയാലോ. അതേ സമയത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഉണ്ടാകാവുന്ന കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ പിതാവേ എന്നൊരു പ്രാർത്ഥന, അന്നന്ന് വേണ്ടുന്ന ആഹാരങ്ങൾ ഞങ്ങൾക്ക് തരണമേ. അത് തനിക്ക് വേണ്ടിയല്ല, അവിടെ സമൂഹ പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് സമൂഹ പ്രാർത്ഥനയിലാണ്. അല്ലാണ്ട് ഒരു പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമൊന്നുമല്ല, ഞങ്ങൾക്ക് തരണമേ. എങ്ങനെ പ്രാർത്ഥിക്കണം? എളിമയോടെ പ്രാർത്ഥിക്കണം. പ്രീശൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ആത്മാവിൽ, വിശേഷണങ്ങൾ യേശു പ്രാർത്ഥിച്ചതുപോലെ ആത്മാവിൽ ആനന്ദിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം.
ലാസറിനെ ഉയർപ്പിച്ച സമയത്ത് യേശു പറയുന്നത് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങ് സ്വീകരിച്ചു എന്നതിനെക്കുറിച്ച് നന്ദി പറഞ്ഞുകൊണ്ട്, അതാണ് യൂക്കറിസ്റ്റ്, നന്ദി പ്രകാശനത്തോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധ കുർബാന നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. ആ 10 കുഷ്ഠരോഗികളിൽ ഒരുത്തം മാത്രമല്ലേ നന്ദി പറയാൻ വന്നുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ നന്ദി പറയാറുണ്ടോ? എബ്രാസ്യമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് പിന്നെ നന്ദി പറയാറുണ്ടോ എന്നോട് ചോദിച്ചു. നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം, എളിമയോടെ ക്ഷമിച്ചു. പിന്നെ എന്താണ് പറയുന്നത്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും. അപ്പോൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, സഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങൾ വരുമ്പോൾ, ഇന്ന് പ്രലോഭനങ്ങൾ കൂടുതലാണ്. പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങൾ ഇന്ന് സഭാശത്രുക്കൾ സഭയെ നശിപ്പിക്കാൻ വേണ്ടി, വിഭജിച്ച് നശിപ്പിക്കാൻ, തല്ലുണ്ടാക്കാൻ, കള്ളപ്രചരണങ്ങൾ നടത്താൻ. ഇന്നത്തെ സോഷ്യൽ മീഡിയ നോക്കിക്കോ, സഭയ്ക്കെതിരായി കന്യാസ്ത്രീകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വലിയ പ്രയത്നങ്ങൾ നടക്കുന്ന പൈശാചികമായ പ്രവർത്തനങ്ങൾ, തിന്മയുടെ ശക്തികൾ. സഭയെ നശിപ്പിക്കണമെങ്കിൽ ആദ്യം വൈദികരും കന്യാസ്ത്രീകളും ഉണ്ടാകാതിരുന്നാൽ മതി, മക്കളും ഉണ്ടാകാതിരുന്നാൽ മതി. അതുകൊണ്ട് തന്നെ സഭയെ നശിപ്പിക്കാമെന്ന് സഭാശത്രുക്കൾ വരുന്നു. പിന്നെ ഏറ്റവും നല്ല മാർഗം വിഭജനങ്ങൾ ഉണ്ടാക്കി, ഡിവിഷൻ ഉണ്ടാക്കി സഭയെ നശിപ്പിക്കുക. അതൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് നടക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സഭയ്ക്ക് ഈ പൈശാചിക പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുമ്പോൾ നമ്മൾ സഭയുടെ ഐക്യത്തിന് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി, ദൈവമഹത്വം ഉണ്ടാകാൻ വേണ്ടി ഇന്നത്തെ കുർബാനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇപ്പോൾ വളരെ പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ വലിയ പ്രതിസന്ധികളാണ്. അവിടെ തിന്മയുടെ ശക്തികളുടെ പ്രവർത്തനമുണ്ട് എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മൾ എബ്രാസ്യമ്മ സഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ പ്രാർത്ഥിച്ചതുപോലെ, നമ്മളും ഈ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ മാതൃക അനുകരിക്കുന്നവരാകുക. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗത്തെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്, ഒരു ദിവസം ഞാനും സ്വർഗത്തിലെത്തി വിശുദ്ധനാകണമെന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് ഈ നമ്മുടെ കുർബാനയിൽ എന്തുകൊണ്ട് നമ്മൾ അവിടേക്ക് തിരിയുന്നു എന്ന കാര്യത്തിന് നമ്മളൊന്ന് ചിന്തിക്കണം. പഠിപ്പിക്കുന്ന ഭാഗം വത്തിക്കാൻ സുഗന്ധദോസിൻ്റെ വെളിച്ചത്തിൽ ഈശോ പഠിപ്പിച്ചതുപോലെ അങ്ങനെ ആയിക്കൊള്ളട്ടെ. പണ്ട് എല്ലാം കിഴക്കോട്ട് നോക്കി, കർത്താവിൽ നോക്കി മാത്രം ചെയ്തിരുന്നെങ്കിലും ഈശോ പഠിപ്പിക്കുന്ന ഭാഗം ജനത്തെ നോക്കുക. പക്ഷേ കുർബാന അർപ്പിക്കുമ്പോൾ അത് വിരുന്നിനേക്കാൾ അപ്പുറത്ത് ബലിയാണ്, ഈശോ അർപ്പിച്ച ബലി. അതുകൊണ്ടാണ് സ്വർഗത്തെ നോക്കിയുള്ള ബലിയാണ്. മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ തന്നെ പിതാവിന് ഒടുവിലത്തെ അത്താഴവേളയിൽ ജെറൂസലമിനെ നോക്കി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ യഹൂദരെ പോലെ, അത് കഴിഞ്ഞ് തൻ്റെ സ്വർഗത്തെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കലാണ് പ്രാർത്ഥന, ബലി അർപ്പണം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോയുടെ ബലി അർപ്പണം പിതാവിനുള്ളതാണ്. അർപ്പിക്കുന്നത് തന്നെയാണ്. ലക്ഷ്യം ലോകത്തിൻ്റെ മനുഷ്യരുടെ പാപത്തിൻ്റെ പരിഹാരമാണ്. അതുകൊണ്ട് യേശു പിതാവിന് തൻ്റെ ശരീരരക്തങ്ങൾ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ കാൽവരിയിൽ തൻ്റെ ശരീരരക്തങ്ങൾ തന്നെ അതിൻ്റെ എന്തിനു വേണ്ടി? ലോകത്തിൻ്റെ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു പിതാവിന് അർപ്പിച്ചതുപോലെ നമ്മളും പിതാവിന് അർപ്പിക്കുന്ന ഈ ബലിയിൽ ലക്ഷ്യം സ്വർഗത്തെ നോക്കിയിട്ടാണ്, സ്വർഗത്തിൽ എത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് കുർബാനയ്ക്ക് ഉയർത്തുമ്പോൾ നമ്മൾ നോക്കുന്നില്ല, ഉയർത്തിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാവുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ ലക്ഷ്യം സ്വർഗമാണ്, എന്നേക്കും ജീവിക്കലാണ്. അതുകൊണ്ട് സ്വർഗത്തെ ലക്ഷ്യം വെച്ച് നമ്മൾ ഈ കുർബാന അർപ്പിക്കുന്നു. എവുപ്രാസിയുടെ ജീവിത മാതൃക അതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് തരണമേ എന്ന് പറഞ്ഞ് യേശു നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാൻ പറഞ്ഞതുപോലെ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞതുപോലെ, ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് അവിടുത്തെ രാജ്യം വരണമേ എന്ന് പറഞ്ഞ്
അവിടുത്തെ ഇഷ്ടം നിറവേറ്റാവുന്ന പ്രതിജ്ഞ എടുത്ത് നമുക്കിപ്പോൾ എവുപ്രാസ്യമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് വേണ്ടിയുള്ള ഈ എവുപ്രാസ്യമ്മ നമുക്ക് മധ്യസ്ഥ എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒന്ന് കൈകൾ കൂപ്പിപ്പിടിക്കാമോ? എവുപ്രാസ്യമ്മയുടെ മധ്യസ്ഥയിൽ സ്വർഗത്തെ നോക്കി ഈശോയോട് ചേർന്ന് ഈശോയുടെ ബലി പിതാവിനോട് സമർപ്പിച്ച് ഈശോയുടെ ബലിയിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു മധ്യസ്ഥയായി ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്നുള്ള എവുപ്രാസ്യം നീ തന്നതിനെ ഓർത്ത് ഞങ്ങൾക്ക് നന്ദി പറയുന്നു. വിശുദ്ധരെ വണങ്ങുന്നത് മാതൃക അനുകരിക്കാനും മധ്യസ്ഥ യാചിക്കാനുമാണ്. ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് എവുപ്രാസ്യമ്മയുടെ മധ്യസ്ഥ തേടി ഈശോയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തെ നോക്കി ഈശോയോട് ചേർന്ന് ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ജീവിതകാലത്തും മരണശേഷവും മനുഷ്യരുടെ പ്രാർത്ഥനകൾക്ക് എവുപ്രാസ്യമ്മയുടെ മധ്യസ്ഥ വഴി ദൈവം കനിഞ്ഞ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ എവുപ്രാസ്യമ്മയുടെ മധ്യസ്ഥയിൽ ദൈവമേ, നിൻ്റെ അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ കൃപകൾ, വരങ്ങൾ, ദാനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ. ഒരു നിമിഷ സമയം നിശബ്ദതയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.